ഹലോ എവ്രിവൺ, ഏവർക്കും വിൻസ്പയറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ LP-UPയുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന സീരീസിലാണ്. ഇംഗ്ലീഷ് പെഡഗോജിയിലെയും സൈക്കോളജിയിലെയും ഏതാനും ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് സൈക്കോളജിയിലെ ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടുന്നു. ശേഷം ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും വായിക്കുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സാമൂഹ്യ ജീവിതത്തിലും പഠനത്തിലും വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വിശദമാക്കിയത് ആര്? വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞത് ഡാനിയൽ ഗോൾമാൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വൈകാരിക ബുദ്ധി എന്ന് പറയുമ്പോൾ ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക മാനം ഡാനിയൽ ഗോൾമാന്റെ ആശയമാണ്. ദെൻ വൈകാരിക ബുദ്ധിയെ കുറിച്ച് ആദ്യം പ്രസ്താവിച്ചത് പീറ്റർ സലോവി, ജോൺ മെയർ ഒക്കെയാണ്. ഇങ്ങനെ വൈകാരിക വികാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പേര് കാതറിൻ ബ്രിഡ്ജസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ജീൻ പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം അമൂർത്ത ചിന്താ വികസന ഘട്ടം ഏത്? അപ്പൊ അമൂർത്ത ചിന്താ വികസന ഘട്ടം എന്ന് തന്നെ പറയുമ്പോൾ തന്നെ അത് ഏറ്റവും അവസാനത്ത് നിന്ന് ഓർക്കുക. കാരണം അമൂർത്തം എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് പറയുന്നത്. സോ ഇതിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഘട്ടം ഏതാണെന്ന് ചിന്തിച്ചാൽ മതി. അത് ഓപ്ഷൻ ബി, ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇത് ചിലപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കിട്ടണം എന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, വാചിക ചേഷ്ട. ചേഷ്ട എന്ന് പറഞ്ഞാല് ബിഹേവിയർ ആണ്. വേർബൽ ബിഹേവിയർ ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ബിഹേവിയർ, ചേഷ്ട. അപ്പൊ ചേഷ്ടാവാദികൾ ആരൊക്കെ ഉണ്ട് എന്ന് ഓപ്ഷനിൽ നോക്കുക. അപ്പൊ ആകെ ഒരാളെ വരുന്നുള്ളൂ, സ്കിന്നറെ വരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം തന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ സ്കിന്നർ ആണ് എന്ത് പറയുന്നത്? ചേഷ്ട, വാചിക ചേഷ്ടയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്തയിലേക്ക് പോകാം. രക്ഷിതാക്കൾ നൽകുന്ന പ്രബലനത്തോട് ശബ്ദവും വാക്കുകളും ഉപയോഗിച്ച് പ്രതികരിക്കുന്നതിലൂടെയാണ് കുട്ടികളിൽ ഭാഷാ വികസനം നടക്കുന്നതെന്ന് സൂചിപ്പിച്ച മനഃശാസ്ത്ര സമീപനം. ഇപ്പൊ ഭാഷാ വികാസം നടക്കുന്നത് പ്രബലനത്തിലൂടെ. പ്രബലനം എന്നത് സ്കിന്നറിന്റെ കാഴ്ചപ്പാടാണ്. അത് വ്യവഹാരവാദം, ചേഷ്ടാവാദത്തിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കുട്ടികളിൽ ആദ്യമായി സംസാരിക്കുന്ന വാക്കുകളിൽ മിക്കവാറും എന്തിനെ സൂചിപ്പിക്കുന്നത് ആയിരിക്കും? അപ്പൊ കുട്ടി ആദ്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുക? കുട്ടി നിറങ്ങളെ കുറിച്ചും സമയത്തെ കുറിച്ചൊന്നും കുട്ടി പറയാറായില്ല, അല്ലെ? അമൂർത്ത ആശയങ്ങൾ ഏറ്റവും അവസാനമാണ് പറയുന്നത്. മൂർത്ത വസ്തുക്കൾ, കുട്ടിയുടെ മുന്നിൽ കാണുന്ന മൂർത്തമായ വസ്തുക്കളെ കുറിച്ചാണ് കുട്ടി ആദ്യമായിട്ട് സംസാരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം, പൊതുവിദ്യാഭ്യാസത്തെക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ ദാർശനികൻ ആര്? ഇതില് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. താഴെ തന്നിരിക്കുന്നതിൽ ആകെ ഒറ്റ ദാർശനികനെ വരുന്നുള്ളൂ, ഫിലോസഫറെ വരുന്നുള്ളൂ. ജോൺ ലോക്കാണ്. ജോൺ ലോക്കാണ് പറഞ്ഞത് നമ്മൾ പബ്ലിക് എഡ്യൂക്കേഷനേക്കാൾ നമ്മുടെ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. നമ്മൾ പെഡഗോജി പറഞ്ഞ സമയത്ത് ടാബുല രസ തിയറി, അതും ജോൺ ലോക്കിൻ്റെതാണെന്ന് പഠിച്ചിരുന്നു. അടുത്ത ചോദ്യം, ജെറോമസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? അപ്പൊ ബ്രൂണർ 3 ഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം. ഇതാണ് അതിന്റെ ഓർഡർ. അപ്പൊ വിചിന്തന ഘട്ടം അതിൽ ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ സി ആണ് അതിൽ ഉൾപ്പെടാത്തത്. അടുത്തത്, ചിന്തോദ്ദീപകവും തുറന്നതുമായ ചോദ്യങ്ങളുടെ ലക്ഷ്യം. അപ്പൊ നമ്മള് കുട്ടികൾക്ക് ചിന്തിക്കാൻ അവസരം കൊടുക്കുക, കുറച്ചുകൂടി ഓപ്പൺ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക. ഇതൊക്കെ കൊടുക്കേണ്ടത് കുട്ടികൾക്ക് സ്കാഫോൾഡിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, കൈത്താങ് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ
4 വായിക്കുമ്പോൾ അതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പൊ നിങ്ങൾ എക്സാക്ട് പോയിന്റ് ചിന്തിക്കുക. നമ്മൾ കൈത്താങ്ങിന്റെ വിദ്യാഭ്യാസ പ്രാധാന്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അത് എങ്ങനെ നൽകാം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ചിന്തിക്കാൻ കഴിയുന്ന, കുട്ടികളെ ചിന്തിപ്പിക്കുന്ന വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തുറന്ന ചോദ്യങ്ങൾ കൊടുക്കണം. അപ്പോഴാണ് കുട്ടികളിൽ കൈത്താങ്ങ് സാധ്യമാകുന്നത്. ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. KCF 2005 അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി മുന്നോട്ട് വെക്കുന്ന പഠന രീതികളിൽ ഉൾപ്പെടാത്തത് ഇത്. അപ്പൊ നമ്മുടെ നിലവിലുള്ള പാഠ്യപദ്ധതി എല്ലാം ഒരു ശിശു കേന്ദ്രീകൃതമാണ്. അതേപോലെ ഗ്രൂപ്പ് ലേണിങ്ങിനെ, ഒരു സാമൂഹ്യ പഠനത്തെയെല്ലാം സംഘപഠനത്തെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. താഴെ തന്നിരിക്കുന്നതിൽ സമസംഘ പഠനം, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, ഇതെല്ലാം ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ഇതെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. KCF 2005 പ്രോത്സാഹിപ്പിക്കുന്ന പഠന രീതികളിൽ ഉൾപ്പെടുന്നതാണ്. ലെക്ചർ മെത്തേഡാണ് പ്രോത്സാഹിപ്പിക്കാത്തത്. അടുത്തത്, ഇതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ചുവടെ ചേർത്ത പരാമർശങ്ങളിൽ കുട്ടിയുടെ തുടർന്നുള്ള പഠനത്തെ ഗുണകരമായി ബാധിക്കുന്ന ഫീഡ്ബാക്ക് ഏത്? നമ്മൾ കുട്ടിക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് അവന് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഫീഡ്ബാക്ക് ഏതാണ്? ഓപ്ഷൻ എ, മുകളിൽ നിന്ന് മേശ നോക്കിയാൽ എങ്ങനെ ഇരിക്കും. ഇപ്പൊ ഒരു താക്കീത് പോലെ അല്ലെങ്കിൽ ഒരു കളിയാക്കൽ പോലെയുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ, മുകളിൽ നിന്ന് മേശ നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മൾ കാണേണ്ടതുപോലെ കാണുക എന്നുള്ള അർത്ഥത്തിന് ഒന്ന് കുട്ടിയെ ശകാരിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു വേർഡാണ്. അതൊരിക്കലും നമ്മൾ കുട്ടിയോട് പറയാൻ പാടില്ല. ദെൻ ഹാഷിമിന്റെ ചിത്രമാണ് ക്ലാസ്സിൽ മികച്ചത്. അത് കുഴപ്പമില്ലാത്തൊരു ഫീഡ്ബാക്ക് ആണ് അല്ലെ. ആ കുട്ടിക്ക് അത് നല്ല രീതിയിലായിരിക്കും അത് എഫക്ട് ചെയ്യുക. മാലിനി കുറെ കൂടി ശ്രദ്ധിക്കണം. അത് ആ കുട്ടിക്ക് ചിലപ്പോൾ അത്ര കണ്ട് രസിച്ചെന്ന് വരില്ല. സെൽമയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അതൊക്കെ ഷൗട്ടിങ്ങിന്റെ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ കുട്ടിയെ ഗുണകരമായിട്ട് ബാധിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. സോ നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കൂടി കാണുക. ഇപ്പൊ നമ്മൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഇംഗ്ലീഷ്, അതേപോലെ ഫിലോസഫി, സൈക്കോളജി, പെഡഗോജി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.